എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓമയ്ക്കയും ചെറുപയറും കൊണ്ട് വളരെ രുചികരമായിട്ടുള്ളൊരു റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചെറുപയറൊന്ന് പുഴുങ്ങിയെടുക്കണം. ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ 1/2 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 2 വിസിൽ വരെ വേവിക്കാവുന്നതാണ്. അതിനുശേഷം ആവി മുഴുവനായിട്ട് പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കാം. ഇനി നമുക്ക് പപ്പായ തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കാനായിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഫുഡ് പ്രോസസ്സറിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു ഇടികല്ലിലേക്ക് നമ്മൾ ഒരു അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്താലും മതി. പക്ഷേ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യുന്നതാണ് ഒന്നുകൂടെ ഈസി. ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് മൂപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അതുപോലെ തന്നെ 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്കയും കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും തളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറു തീയിലിട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഓമയ്ക്കയിൽ അത്യാവശ്യം നല്ല വെള്ളം ഉള്ളതാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഓമയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർക്കാം. തേങ്ങ ചേർത്തിട്ട് ഉടനെ തന്നെ ഇളക്കരുത്. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അരപ്പിലേക്ക് ആവിയൊക്കെ കയറി നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ചെറുപയർ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്, എന്നാൽ അത്യാവശ്യം വേവും വേണം. ചെറുപയറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്